അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്തറുന്നത ക്ലാസ് തുടരുകയാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മുസ്തഗാസിനെ കുറിച്ചും മൻദൂബിനെ കുറിച്ചുമാണ്. എന്താണ് ഓരോന്നും വിശദമായി പറയുന്നുണ്ട്. തഖ്വീ നിസാലിലും തുഹ്ഫത്തുൽ വർദിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കി പോകുന്ന കാര്യം തന്നെയാണ്. നോക്കാം. ഫസ്ലും ഫിൽ മുസ്തഗാസി വൽ മൻദൂബി. മൻദൂബിലും മുസ്തഗാസിലും ഉള്ള ഫസ്ല്. എന്താണ് ഫൽ മുസ്തഗാസു? മുസ്തഗാസു ഇതിൽ ഈ ഇസ്തിഗാസൻ്റെ ബാബിൽ മുസ്തഗീസ് ഉണ്ടാവും, സഹായം തേടുന്നവനുണ്ടാവും. മുസ്തഗാസ് ലഹു ഉണ്ടാവും, ആർക്ക് വേണ്ടിയാണോ സഹായം തേടപ്പെടുന്നത് അയാളും ഉണ്ടാവും, അതും ഉണ്ടാവും. വൽ മുസ്തഗാസും ഉണ്ടാവും. മുസ്തഗാസ് പറഞ്ഞാൽ ആരോടാണോ സഹായം തേടുന്നത്. അപ്പോൾ ആരോടാണോ സഹായം തേടുന്നത് മുസ്തഗാസ് ഉണ്ടാവും, ആർക്ക് വേണ്ടിയാണെന്നുള്ളതുണ്ടാവും. മുസ്തഗാസ് ലഹു ഉണ്ടാവും, ചെയ്യുന്ന ആളുണ്ടാവും, മുസ്തഗീസ് ഉണ്ടാവും. മനസ്സിലായോ? ഇത് യാൻ്റെ ഹർഫ് ഇതിന് ഉപയോഗിക്കും. നിദാൻ്റെ ഹർഫിൽ നിന്ന് നിദാക്ക് കുറേ ഹർഫുകളുണ്ട്, അതിൽ യാ മാത്രം ഉപയോഗിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഫൽ മുസ്തഗാസു. അപ്പോൾ മുസ്തഗാസ് എന്ന് പറഞ്ഞാൽ കുല്ലുസ്മിൻ, എല്ലാ ഇസ്മുമാണ്. നൂതി അതിനെ വിളിക്കപ്പെടും. ഇസ്മ എന്ന് പറയുമ്പോൾ ഇസ്മ വിളിക്കപ്പെടുകയാണ് അതിൻ്റെ മുസമ്മ, അതിൻ്റെ പേര് ഇതാണ് സെയ്ദൻ നാളെ ആ മുസമ്മനെ. അപ്പോൾ കുല്ലുസ്മിൻ, എല്ലാ ഇസ്മും നൂതിയ വിളിക്കപ്പെടും. ആ ഇസ്മു എങ്ങനത്തെ ഇസ്മാണോ നൂതി അതിനെ വിളിക്കപ്പെടും. എന്തിനു വേണ്ടിയാണ് വിളിക്കപ്പെടുന്നത്? ലിയുഖല്ലിസ മിൻ ഷിദ്ദ, ഒരു ഷിദ്ദത്തിൽ നിന്ന്, ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടി. അല്ലെങ്കിലോ ഔ യുഈന അലാ ദഫ്ഇ മശഖ്ഖ, ഒരു ബുദ്ധിമുട്ടകറ്റാൻ സഹായിക്കാൻ വേണ്ടി വിളിക്കുക. അപ്പോൾ വല്ല ബുദ്ധിമുട്ടകറ്റാനോ അല്ലെങ്കിൽ വല്ല പ്രയാസത്തിൽ നിന്നോ രക്ഷപ്പെടുത്താനോ ഒക്കെ വേണ്ടി വിളിക്കപ്പെടുന്നതാണ് എന്ത്? മുസ്തഗാസ് എന്ന് പറയാം. അപ്പോൾ വല യുസ്തഅമലു ലഹു, ഇതിനു വേണ്ടി ഉപയോഗിക്കപ്പെടുകയില്ല. മിൻഹു, ഈ ഇസ്തിഗാസ ഇതിനു വേണ്ടി ഇതുണ്ടല്ലോ ഇസ്തിഗാസ ചെയ്യാൻ വേണ്ടി, അതിന് ഉപയോഗിക്കൂല. വല യുസ്തഅമലു ലഹു, അതിനു വേണ്ടി ഉപയോഗിക്കപ്പെടൂല. മിൻ ഹുറൂഫിൻ നിദാഇ, നിദാന്റെ ഹർഫിൽ നിന്ന് ഇല്ല യാ അല്ലാതെ, ഖാസായിട്ട് യാന മാത്രമേ പറ്റൂ, വേറൊന്നും പറ്റൂല. മനസ്സിലായോ? യാന മാത്രം ഉപയോഗിക്കും. വൽ ഗാലിബ്, അധികരിച്ചും ഇസ്തിഅമാലുഹു, അതിൻ്റെ ഉപയോഗം മജ്റൂറൻ ബിലാമിൻ മഫ്തൂഹത്തിൻ, ഈ മുസ്തഗാസിൻ്റെ ഉപയോഗം അധികരിച്ചും മജ്റൂറായിരിക്കും. ബിലാമിൻ മഫ്തൂഹത്തിൻ, ഫത്ഹുള്ള ലാം കൊണ്ട് മജ്റൂറായിരിക്കും. അപ്പം യാ ലല്ലാഹി അങ്ങനെ വരിക. ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അൽഫിൽ പറയുന്നുണ്ട്, ഇദസ്തുഗീസ ഇസ്മുൻ മുനാദൻ ഖുഫിദ ബില്ലാമി മഫ്തൂഹൻ കയാലൽ മുർതദാ. കണ്ടോ? ഒരു ഇസ്മിന് ഇസ്തിഗാസ ചെയ്യപ്പെടുമ്പോൾ, മുനാദയായ ഇസ്മിന് ഇസ്തിഗാസ ചെയ്യപ്പെടുമ്പോൾ ഖുഫിദ, ആ മുസ്തഗാസായ ആ ഇസ്മന്തെയും ഖുഫിദ ബില്ലാമി, ലാമ കൊണ്ട് ജറായി, ഖുഫിദ ജറായിരിക്കും എന്നർത്ഥം. മഫ്തൂഹൻ, ആ ലാമ് തന്നെ മഫ്തൂഹായ നിലയിലാണ്. അപ്പോൾ ഫത്ഹ ഉണ്ടാകും ഇവിടെ. അതാണ് പറഞ്ഞത്. മഫ്തൂഹായ ലാമ കൊണ്ട് മജ്റൂറായിരിക്കും. ഇനി ആർക്ക് വേണ്ടിയാണോ സഹായം തരുന്ന ആൾ വേണമല്ലോ. അപ്പോൾ വദിക്റുൽ മുസ്തഗാസി ലഹു, മുസ്തഗാസി ലഹുവിനെ പറയൽ, ആർക്ക് വേണ്ടിയാണോ സഹായം തരുന്നത് അതിനാണ് മുസ്തഗാസി ലഹു. അതിനെ പറയൽ ബാദഹു, അതിന് ശേഷം മജ്റൂറായിട്ടാ പറയാ. എന്തുകൊണ്ട്? ബിലാമിൻ മക്സൂറായ ലാമായിരിക്കും. അപ്പം മുസ്തഗാസുവിൻ്റെ ലാമ് മഫ്തൂഹാണ്, അതുകൊണ്ട് മജ്റൂറാണ്. മഫ്തൂഹായ ലാമ് കൊണ്ട് മജ്റൂറാണ്. മുസ്തഗാസു ലഹുവോ മക്സൂറായ ലാമ് കൊണ്ട് മജ്റൂറാണ്. മക്സൂറായ ലാം എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കണം കേട്ടോ, അത് സാഹിറ ഇസ്മിനോട് എടുക്കുമ്പോഴാണ്. ദമീറിനോട് എടുക്കുമ്പോൾ ലാമിന് ഫത്ഹ വരിക, ലക്ക യാ ഒഴികെ, യാ ആകുമ്പോൾ ലീന്ന് വരും, അതല്ലാത്തത് ലക്ക എന്നറിയാം. അപ്പോൾ ഇവിടെ സാഹിറ ഇസ്മ എന്നുള്ളത് മനസ്സിലാക്കണം. ദമീറാകുമ്പോൾ ലാ എന്ന് തന്നെ വരും, ലക്ക എന്ന് വരും, ലിക്ക അറിയില്ലല്ലോ. വലഹദ, ഈ അടിസ്ഥാനത്തിൽ യഖൂലുൽ മുസ്തഗീസു, സഹായം തേടുന്നവൻ പറയും, ഇദസ്തഗാസ, സഹായം തേടുമ്പോൾ, കമാ ഖാല ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, യാ ലല്ലാഹി ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് സഹായിയായിട്ടുള്ള അല്ലാഹുവേ, യാ ലല്ലാഹി ലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള അല്ലാഹുവേ എന്നാ, യാ ലല്ലാഹി. കണ്ടോ? യാ ലല്ലാഹി അവിടെ ഏതാ? മുസ്തഗാസ് ആരോടാ സഹായം തേടപ്പെടുന്ന? അള്ളാഹുവിനോടാ. അത് അള്ളാഹുവാണ്. അപ്പോൾ അത് മജ്റൂറാണ്, ഫത്ഹായ ലാമ് കൊണ്ടാണ്, മഫ്തൂഹായ ലാമ് കൊണ്ടാണ്, ലല്ലാഹി. കണ്ടോ? മനസ്സിലായോ? അവിടെ മുസ്തഗീസ് ആരാ? ഉമർ റളിയല്ലാഹു അൻഹു. പിന്നെ മുസ്തഗാസു ലഹു ആരാ? മുസ്ലിമീനാണ്, മുസ്ലിമുകൾക്ക് വേണ്ടിയാ. ബിഫത്ഹി ലാമിൽ മുസ്തഗാസി, മുസ്തഗാസിന്റെ ലാമിന് ഫത്ത് നൽകിക്കൊണ്ട്, ലല്ലാഹി ല. വകസ്രി ലാമിൽ മുസ്തഗാസി ലഹു, മുസ്തഗാസ് ലഹുവിന്റെ ലാമിന് കസ്റും, ഏതാ? ലിൽ മുസ്ലിമീൻ, ലി. ഇനി വയജിബു ഫത്ഹു ലാമിൽ മുസ്തഗാസി, ഈ മുസ്തഗാസിന്റെ ലാമിന് ഫത്ഹ് നിർബന്ധമാണ്. ല എവിടെ ഒഴികെ? ഇല്ലാ ഫിൽ മുസ്തഗാസി, ഒരു മുസ്തഗാസയിൽ ഒഴികെ.
എങ്ങനത്തെ മുസ്തഗാസാണ്? മാത്തൂഫായ മുസ്തഗാസാണ്. അല്ലത് എങ്ങനത്തെ മാത്തൂഫാണത്? മാത്തൂഫായ മുസ്തഗാസാണ്. ലം യതകറർ മഅഹു, അതിൻ്റെ കൂടെ ആവർത്തിച്ചിട്ടില്ല. ആവർത്തിക്കാതെ മാത്തൂഫാക്കി പറഞ്ഞതാണെങ്കിൽ അല്ലാത്തതിലൊഴികെ മുസ്തഗാസുന് എന്താണ്? ലാം ഫത്ഹ് കൊടുക്കൽ നിർബന്ധമാണ്. ലാമെന്ന് പറഞ്ഞ ആവർത്തിക്കാതെ ആണ് അന്ന് പറഞ്ഞ മുസ്തഗാസ് എന്നൊക്കെ. ആവർത്തിക്കാതെ മാത്തൂഫാക്കി പറഞ്ഞ മുസ്തഗാസാണ്. അവിടെ എന്താ ചെയ്യുക? ഫതുക്സറു ലാമു ഫിഹി, അതിൽ ലാമ് കസ്റാക്കപ്പെടുക. പറഞ്ഞ മനസ്സിലായോ? അതായത് മുസ്തഗാസു പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മേൽക്ക് വീണ്ടും നമ്മൾ അത്തുഫ് ചെയ്ത് അടുത്തും പറയുക, ഒരു മുസ്തഗാസ് കൂടിയും പറയുക. ആ മുസ്തഗാസിനെ ആവർത്തിക്കുമ്പോൾ നമ്മൾ എടുത്തിട്ടാണോ പറയുന്നതെങ്കിൽ എടുത്തിട്ടാണെങ്കിൽ ഫത്ഹ തന്നെ വേണം. നേരെ മറിച്ച് പറയാതാണെങ്കിലോ അപ്പോൾ അവിടെ കസ്റ കൊടുക്കുക. ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അൽഫിൽ പറയുന്നുണ്ട്, വഫ്തഹ് മഅൽ മഅതൂഫി ഇൻ കറർതയ വഫീ സിവാ ദാലിക ബിൽ കസ്രി ഇത്തിയാന. വഫ്തഹ് മഅൽ മഅതൂഫി ഇൻ കറർതയ, ഞാൻ ആവർത്തിച്ച് എടുക്കുകയാണെങ്കിൽ ആ മാത്തൂഫിന് കൂടെ ഇനി ഫത്ത് കൊടുക്കണം എന്നാ. വഫീ സിവാ ദാലിക ബിൽ കസ്രി ഇത്തിയാ, അതല്ലാത്തതിൽ ആവർത്തിക്കാത്തതിൽ കസ്റിനെ ഇനി കൊണ്ടുവരണം എന്നാ. മനസ്സിലായോ? ആവർത്തിക്കാത്തതിൽ കസ്റിനാണ് എടുക്കുക. പിന്നെ രണ്ടും ഇവിടെ വരുന്നുണ്ട് ഇൻഷാ അല്ലാ. ഉദാഹരണം ഇതിൽ വന്നിട്ട് അൽഫിയിൽ പറയലുണ്ട്. ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് ഇൻഷാ അല്ലാ. നമുക്ക് നോക്കാം ഉദാഹരണം. നോക്കാം. ഫതുക്സറു ലാമു ഫി ഖൗലി, കണ്ടോ? ആവർത്തിക്കാതെ വന്നുകൊണ്ട് കസ്ർ കൊടുത്ത ഉദാഹരണം നോക്കാം. യബ്കി കനാ ഇൻ ബഈദുദ്ദാരി മുഗ്തരിബുൻ യലൽ കഹൂലി വലിശുബ്ബാനി ലിൽ അജബി. കണ്ടോ? ഈ ബൈത്ത് പറഞ്ഞത് ആരാന്ന് കൃത്യമായിട്ട് അറിയപ്പെട്ടിട്ടില്ല. ഏതാ നോക്കാം. യബ്കിക്ക എന്ന് പറഞ്ഞാൽ അവിടെ യബ്കി അലൈക്കാന്ന്, നിന്റെ മേൽ കരയുന്നു. നാ എന്ന് പറഞ്ഞാൽ ബഈദിന്റെ മാന, ബഈദായവൻ, അപ്പോൾ നിന്റെ മേൽ കരയുന്നു എന്നർത്ഥം. പിന്നെ ആരാണ്? നാഇൻ ബഈദുദ്ദാരി, വീട് അകന്ന. ബഈദുദ്ദാരി എന്നുള്ളത് വസ്ഫിനെ അതിൻ്റെ മർഫൂലേക്കുള്ള ഇദാഫത്താ, താരീഫിനെ ഫായിദ ചെയ്യില്ലല്ലോ. അപ്പോൾ യബ്കീക്ക, നിന്റെ മേൽ കരയുന്നു എന്ന് പറഞ്ഞാൽ യബ്കി അലൈക്ക എന്നർത്ഥം, നിന്റെ മേൽ കരയുന്നു. നാ എന്ന് പറഞ്ഞാൽ ബഈദു, അകന്നവൻ, വിദൂരത്തായവൻ. ബഈദുദ്ദാരി, വീട് വിദൂരത്തായ. പിന്നെ അങ്ങനത്തെ മുഗ്തരിബന ഗരീബിൻ്റെ മാന. അപ്പം എന്താ അർത്ഥം? വിദേശിയായ, ഗരീബായ, വിദൂരത്തായ, വിദൂരത്തായ ആയവൻ നിനക്ക് വേണ്ടി നിന്റെ മേൽ കരയുന്നു എന്നർത്ഥം, നിന്റെ മേൽ കരയുന്നു. അടുത്തതാണ് നമുക്ക് എൻ്റെ എന്താണ് തെളിവ്. യാ ലൽ കഹൂലി, കണ്ടോ? യാ ലൽ കഹൂലി, കണ്ടോ? അവിടാണ് ഓ മധ്യവയസ്കരെ. കഹൂൽ എന്ന് പറഞ്ഞാൽ കഹൂലിൻ്റെത് ഷറഹ് കാണാം. വഹുവ മൻ ജാവസ സലാസീന, 30 വിട്ട് കടന്നവൻ. വക്കീല അല്ല 40 എന്ന് പറയുന്നുണ്ട്, 40 വിട്ട് കടന്നവൻ എന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? 30 വിട്ട് കടന്നവൻ കഹൂൽ. അപ്പോൾ ഒരു മധ്യവയസ്കരെ. ഓ അവിടെ മുസ്തഗാസാര, മുസ്തഗാസ് ബിഹി എന്നൊക്കെ പറയാം. മുസ്തഗാസ് കഹൂല. അപ്പോൾ ഫത്ത് കൊടുത്തു. യാ ലൽ കഹൂൽ. ആവർത്തിച്ച പറഞ്ഞ യാ ലൽ കഹൂൽ. എന്താ അവിടെ വിളിക്കുക? ഓ മധ്യവയസ്കരെ. പിന്നെ അതിൻ്റെ മേൽ കത്തുഫാണ് വലി. അവിടെ ഇത് ലിഷുബാനുള്ള മുസ്തഗാസ് ലഘു അല്ല, അത് മുസ്തഗാസ് തന്നെ. പക്ഷെ അത്തുഫ് ഇത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവിടെ പറഞ്ഞിട്ടില്ല. യാ കൊണ്ടുവന്നില്ലെങ്കിൽ വയാ ലഷുബാനി എന്നാ പറയാ, വയാ ല. പക്ഷെ വലി എന്നാ പറയുക, ലീ എന്ന് അവിടെ കസ്ർ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചില്ല, അതാ നമ്മൾ പറഞ്ഞത്. അപ്പോൾ വലി ഷുബാനിയോ യുവാക്കളെ. അപ്പോൾ യുവാക്കളെ മധ്യവയസ്കരേന്നാ. എന്താ? ലിൽ അജബി, ഒരു അത്ഭുതത്തിന് വേണ്ടി. കണ്ട? ലിൽ അജബി, ഒരു അത്ഭുതത്തിന് വേണ്ടി. മുസ്തഗാസ് ലഹു അജബാണ്, ലിൽ അജബി. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി എന്താ നമ്മുടെ ഷാഹിദ്. ലിഷുബാനി എന്നാ പറഞ്ഞത്. അതെന്താ? മാത്തൂഫാണ്. പക്ഷെ എങ്ങനെ? ഞാൻ ആവർത്തിക്കാതുള്ള മാത്തൂഫാണ്, അതുകൊണ്ട് ലീന്ന് പറയണം. അതാണ് നമ്മൾ ഷറഹ് പറഞ്ഞത്. എന്താക്കണം? ഷറഹിൽ നമ്മളിവിടെ പറഞ്ഞു എന്താക്കണം? ഫതുക്സറുല്ലാമു ഫീഹി. അങ്ങനെ ഞാൻ ആവർത്തിക്കാതെ വന്ന മാത്തൂഫിലി അഥവാ മുസ്തഗാസ്, മാത്തൂഫായ മുസ്തഗാസിന് എന്താക്കണം? കസ്റ കൊടുക്കേണ്ടത്. നേരെ മറിച്ച് അവിടെ എന്താണ്? ആവർത്തിച്ചില്ലെങ്കിൽ യാ ലഷുബാനി വയാ അല്ല എന്നതിനും പറയാം. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇനി അതിന് ഉദാഹരണം, മറ്റേ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഫഇൻ തകററതു മഅഹു, ഇനി മാത്തൂഫായ മുസ്തഗാസിന്റെ കൂടെ ആവർത്തിക്കുകയാണെങ്കിൽ ഫുതിഹത്, അപ്പോൾ ലാമിന് ഫത്ത് നൽകപ്പെടും. കഖൗലിഹി യാ ല ഖൗമി വയാ ല അംസാലി ഖൗമി ലിഉനാസിൻ ഉതുവ്വുഹും ഫിസ്ദിയാദി. ഉണ്ടാവും.
യാല കൗമി വയാല അംസാലി കൗമി. കണ്ട, നമുക്കത് എന്താ അർത്ഥം? ഇത് പറഞ്ഞ ആളാരാന്ന് കൃത്യമായിട്ട് അറിയപ്പെട്ടിട്ടില്ല. എന്താ? യാല കൗമി, എൻ്റെ സമുദായമേ. ആ മുസ്തഖാസാണ് കൗമ്. പിന്നെ അടുത്ത് നിർത്തിയിട്ടില്ല, എൻ്റെ മേൽ കത്തുഫ. വയാല അംസാലി കൗമി, എൻ്റെ സമുദായത്തെ പോലെയുള്ളവരെ ഞാൻ നിങ്ങളെ വിളിക്കുന്ന അർത്ഥം. മനസ്സിലായോ? അപ്പം അതിൻ്റെ മാത്രം അപ്പോൾ യാ ആവർത്തിച്ചുകൊണ്ട് എല്ലാ അംസാലി എന്ന് പറഞ്ഞിട്ടോ. രണ്ട് മുസ്തഖാസാണ്. ആ യാ അല്ലെങ്കിൽ ഇല്ലി അംസാലി എന്നാ പറയുക. യാ ഉള്ളതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പം പിടിച്ചത് ആർക്ക് വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? ലി ഉനാസിൻ, ഒരു സഹായത്തിന് വേണ്ടി വിളിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? ലി ഉനാസിൻ, ചില ആൾ, ഒരു ജനതയ്ക്ക് വേണ്ടി. എങ്ങനത്തെ ജനത? അവലെ സിഫത്ത് ഉത്തുവുഹുമ. ഉത്തുവ് പറഞ്ഞാൽ ഇസ്തിക്ബാറുഹും, അവരുടെ ഇസ്തിക്ബാർ തുകയ എന്നൊക്കെ പറയും. ഉത്തുവ് അവരുടെ അഹങ്കാരം, അവരുടെ അതിക്രമം. അതെന്തായിട്ടാണ്? അഹങ്കാരം ഫിസ്ദിയാദേൻ, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്തിയാദിലാണ്, വർധനവിലാണ്. അപ്പോൾ അഹംഭാവം കൂടിക്കൊണ്ടിരിക്കുന്ന ജനതക്കെതിരിൽ സഹായിക്കാൻ വേണ്ടി യുവാക്കളെ, ഓ സമുദായമേ, അല്ലെ എൻ്റെ സമുദായമേ, അല്ലെ എൻ്റെ സമുദായത്തെ പോലെയുള്ളവരെ നിങ്ങളെ ഞാൻ വിളിക്കുന്നു എന്നർത്ഥം. മനസ്സിലായോ? ല കൗമി. അവിടെ എന്താവും ഒക്കെ അതാണ്. അവിടെ ഫിസ്ദി ഔത്തുവുഹും എന്നുള്ളത്, ഒത്തുവുഹും എന്നുള്ള മുബ്തദാണ്. ഫിസ്ദിയാദിൻ അതാണ് മുബ്തദന്റെ ഖബർ. ആ മുബ്തദ ഖബറും കൂടിയ ജുംല ജനങ്ങൾക്ക് സിഫത്ത്. എങ്ങനത്തെ ജനങ്ങൾക്കെതിരെയാണ് സഹായത്തിന് വേണ്ടിയാണ് വിളിക്കുന്നത്? ഉത്തുവുഹും ഫിസ്ദിയാദി എന്നർത്ഥം. അപ്പോൾ ലാഹിറ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷാഹിദ് തെളിവെന്താ മനസ്സിലായോ? യാ ല കൗമി വായ ല അംസാലി. ല കൗമി ലാഹിറാണല്ലോ. ലി ഉനാസാണ് മുസ്തഖാസുൽ ലഹു, ആ മലാമ ഗസറാണ്. ഇവിടെ മുസ്തഖാസ് കൗമും അംസാലി കമുവ. അപ്പോൾ രണ്ടിനും ഫത്ത് വന്നിട്ടുണ്ട്. കണ്ടോ? അതെന്തുകൊണ്ടാ ആവർത്തിച്ച് അത്ഫ് ചെയ്ത വയാല അംസാലിൻ്റെ ലാമിന് ഫത്ത് ചെയ്തത്? യാനോട് കൂടെ പറഞ്ഞത് കൊണ്ടാ. യാ കൂടെ പറയുമ്പോൾ ഫത്ത് കൊടുക്കണോ പറഞ്ഞില്ലേ? അതാണ് പറഞ്ഞത്. ഇനി വലിൽ മുസ്തഖാസി, മുസ്തഖാസിക്ക് ഇസ്തിഅമാലാനി ആഖറാനി ഐദൻ, മറ്റ് രണ്ട് ഉപയോഗങ്ങൾ, ഇസ്തിഅമാൽ കൂടി മുസ്തഖാസിനുണ്ട്. അഹദുഹുമ, അവ രണ്ടിലൊന്ന് അൻ തുൽഹിക ആഖിറഹു അലിഫൻ, ഇതിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് അലിഫിനെ ചേർത്ത് കൊടുക്കാം. മുസ്തഖാസിൻ്റെ അവസാനത്തിന് അലിഫിനെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഐഫദൻ അനിൽ ലാമി ഫി അവലിഹി, തുടക്കത്തിലുള്ള ലാമിന് പകരമായിട്ട്, തുടക്കത്തിലില്ല പറയുന്നുണ്ട്, അതിന് പകരമായിട്ട് അതിന് ഒഴിവാക്കി നമുക്ക് അവസാനത്തിൽ അലിഫിനെ കൊടുക്കാം. ഫലഹാദ, അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ തക്കൂലിങ്ങി പറയും യാ സൈദാലി അംറിൻ. കണ്ടോ? യാ ലസൈദ് എന്ന് പറയേണ്ട ഇടത്തിൽ, ലസൈദിൻ എന്ന് പറയേണ്ട ഇടത്തിൽ ലാന കളഞ്ഞിട്ട് അതിന് പകരം അലിഫ് കൊടുത്തു. ഈ അവസാനത്തിൽ യാ സൈദാലി അംറിൻ അങ്ങനെ പറയും. ഒക്കെ കൗലിഹി, ഷായറിന്റെ കൗല് പോലെ നോക്കാം. യാ യസീദ ലി ആമിലിൻ നൈല ഇസ്സിൻ വഗിനം ബഅദ ഫാഖത്തിൻ ഹവാനി. ഇത് പറഞ്ഞ ആളും കൃത്യമായിട്ട് അറിയപ്പെട്ടിട്ടില്ല. യാ യസീദ, യസീദ മുസ്തഖാസാണ്. ലി ആമിൽ, ആമിലാണ് മുസ്തഖാസ്. ലഹു അവിടെ ലി വന്നു ഗസ്ർ, മനസ്സിലാക്കിയ പോലെ. അപ്പം എന്താ അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. യാ യസീദ, യാ യസീദ, ഏ യസീദേ, ഏ യസീദേ, ഞാൻ വിളിക്കാണില്ല, ഏ യസീദേ. ലി ആമിലിൻ, ആർക്ക് വേണ്ടിയുള്ള? ആഗ്രഹിക്കുന്നവന് വേണ്ടിയുള്ള. എന്ത് ആഗ്രഹിക്കുന്നവൻ? നെയ്ല ഇസ്സിൻ, പ്രതാപത്തെ. നെയ്ല എന്ന് പറഞ്ഞാൽ ഹുസൂലാവുക, ഇസ്സത്ത് അതിന് ഉണ്ടാകാൻ, ഹുസൂലാവാൻ ആഗ്രഹിക്കുന്നവന് വേണ്ടി. ഹിനയുണ്ടാവാനും, ഹിന ഹുസൂലാവാനും, ഇസ്സത്ത് ഹുസൂലാനൊക്കെ ആഗ്രഹിക്കുന്നതിന് വേണ്ടി സൈദേ നിന്നെ ഞാൻ വിളിക്കുകയാണ്. ബാദ ഫാഖത്തിൻ, എന്തിനു ശേഷം? ഫാഖത്ത് ദാരിദ്ര്യത്തിനും, ഹവാൻ, ഹവാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇഹ്തിക്കാർ, എന്താ? അപമാനത്തിനു ശേഷം. അപ്പോൾ ദാരിദ്ര്യത്തിനും അപമാനത്തിനു ശേഷം എന്നർത്ഥം. അപ്പോൾ നമുക്കിവിടെ ഷാഹിദ് എന്താ? അപ്പോൾ യാ സൈദ എന്നുള്ളതാണ്. സൈദ എന്നുള്ള മുസ്തഖാസു ബിഹി, അല്ലെ മുസ്തഖാസ് രണ്ടും പറയാം. അത് അലിഫ് കൊണ്ട്, അലിഫ് അവസാനം വന്നിട്ടുണ്ട്. ആദ്യത്തിലുള്ള മഫ്തുഹായ ലാമിന് പകരമാണ്. മനസ്സിലായോ? അങ്ങനെയും വരും. അത് ഇബ്നു മാലിക് റഹ്മഹുല്ലാ പറയുന്നുണ്ട് അൽഫിയയില്, വലാമു മസ്തൂഗീസ ആഖബത് അലിഫ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അത് മനസ്സിലായിട്ടോ? ഇനി അടുത്ത് നോക്കാം നമുക്ക്. വസാനിഹിമ, രണ്ട് ഇസ്തിമാലുണ്ട്. രണ്ടാമത്തെ നോക്കുക. അയ്യുജറദ മിനൽ ലാമി ഫി അവലിഹി, എന്താണ്? അയ്യുജറദ ഒഴിവാക്കപ്പെടലാണ് മിനൽ ലാമി, ലാമിൽ നിന്ന് ഫി അവലിഹി. അപ്പോൾ അതിൻ്റെ ആ മുസ്തഖാസിൻ്റെ അവലിഹിന്ന മുസ്തഖാസിൻ്റെ ആദ്യത്തിലുള്ള മഫ്തുഹായ ലാമെന്ന് ആ മുസ്തഖാസിനെ ഒഴിവാക്കുക. മനസ്സിലായോ? വല്ല അലിഫി ഫി ആഖിരി, അവസാനമുള്ള അലിഫൊന്നും രണ്ടുമില്ല, അലിഫൊന്നും ഒഴിവാക്കുക. എന്നിട്ട് വയുജാൽ, അതിനാക്കപ്പെടുക, ആ മുസ്തഖാസിനാക്കപ്പെടുക കൽ മുനാദ പോലെ തന്നെ, കൽ മുനാദ അൽ മുത്തലഖ്, സാദാ മുത്തലക്കായ മുനാദ, സാദാ മുനാദ പോലെ തന്നെ ആക്കപ്പെടുക. മനസ്സിലായോ? അപ്പം അങ്ങനെ വാലാഹാദ തഖുലു. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയും യാ സൈദു ലി അംറിൻ, അംറിന് വേണ്ടിയുള്ള സൈദേ. യാ ഇത്
എന്താണ് മുസ്തഖാസാണ്. അപ്പോൾ ല ഒഴിവാക്കി രണ്ട് ഉപയോഗം, അങ്ങനെ ഉപയോഗമുണ്ട്. ല ഒഴിവാക്കുക, പകരം വരുന്നതായ അലിഫിനെ ഒഴിവാക്കിയിട്ട് പറയാം. ദമ്മി സെയ്ദിൻ, സെയ്ദിനും ദമ്മ കൊണ്ട്. വയാ അബ്ദുല്ലാഹി ലി സെയ്ദിൻ, കണ്ടോ സെയ്ദിന് വേണ്ടിയുള്ള അബ്ദുള്ളയെ, കണ്ടോ അബ്ദുള്ള ഒഴിവാക്കി പറഞ്ഞു. ബിൻ നസ്ബ് കൊണ്ട്. വമിൻഹു ഖൗലുഹു, വമിൻഹു അതിൽപ്പെട്ടതാണ് ഖൗലുഹു, ഷായറിന്റെ ഖൗല്. എന്താ അലായ ഖൗമി ലിൽ അജബിൽ അജീബി വലിൽ ഗഫലാത്തി താരിദുൽ അരീബി. ഇത് പറഞ്ഞ ആരാണെന്ന് കൃത്യമായിട്ട് അറിയപ്പെട്ടിട്ടില്ല. എന്താ അലായ ഖൗമി, ഖൗമി എന്നുള്ള അവിടെ മുത്തക്കല്ലിമിന്റെ ഞാൻ കളഞ്ഞതാണ്, കളഞ്ഞ് കസ്റ മതിയാക്കിയ. അലായ ഖൗമി, അലായ ഖൗമി എന്താ എൻ്റെ സമുദായമേ. ഇനി മുസ്തഖാസുൽ ലഹു പറയാം. ലിൽ അജബിൽ അജീബി, വമ്പിച്ച ഒരു മഹാത്ഭുതത്തിന് വേണ്ടി നിങ്ങളെ ഞാൻ വിളിക്കുകയാണ് എൻ്റെ കൗമേ. വലിൽ ഗഫലാറ്റി, എന്താണ് ഗഫലത്ത്, ഗഫലാത്ത് പറഞ്ഞാൽ അശ്രദ്ധകൾക്ക് വേണ്ടിയും നിങ്ങളെ ഞാൻ വിളിക്കുകയാണ്. അങ്ങനത്തെ ഗഫലാത്തുകൾ താരിദു തൻസിലു ഇറങ്ങിയിട്ടുണ്ട്. ലിൽ അരീബി, അരീബ് എന്ന് പറഞ്ഞാൽ അൽ ആലിമു ബിൽ ഉമൂർ, കാര്യങ്ങൾ നല്ല അറിവുള്ള, അൽ ബസീറു ബിൽ അവാഖിബ്, പര്യവസാനത്തെക്കുറിച്ച് നല്ല കാഴ്ചയുള്ള. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിജീവൽക്കുണ്ടാകുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അറിയുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന അശ്രദ്ധകൾക്ക് വേണ്ടിയും സംഭവിക്കുന്ന ഇറങ്ങുന്ന അശ്രദ്ധകൾക്ക് വേണ്ടിയും വിളിക്കുന്നു എന്നർത്ഥം. അപ്പം നമ്മളെ തെളിവ് ഇവിടെ എന്താ? ഷാഹിദ് യാ ഖൗമി എന്ന് വന്നു. അവിടെ മുസ്തഖാസ് ബിഹി അഥവാ മുസ്തഖാസ് എന്താ ലാമ് മഫ്തൂഹ ലാമെന്ന് ആദ്യത്തെ ഒഴിവായിട്ടുണ്ട്, ആഖിറുൽ അലിഫെന്ന് ഒഴിവായിട്ടുണ്ട്. യാ ഖൗമി എന്നല്ല പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എങ്ങനെ വരല് വളരെ നാദറാണ്, മനസ്സിലായോ? അപ്പം അങ്ങനെ ഉണ്ടാവും അർത്ഥം. ഇനി നമുക്ക് മൻദൂബിൻ്റെ മേൽക്ക് പോവാം. മൻദൂബ്, അപ്പം മുസ്തഖാസ് മനസ്സിലായല്ലോ. ഇനി നമ്മൾ മൻദൂബ് മേൽക്ക് ചർച്ച നോക്കാം. മൻദൂബ് അമ്മൽ മൻദൂബ്, എന്നാൽ മൻദൂബ് എന്ന് പറഞ്ഞാൽ ഫഹുവൽ മുനാദ, അതൊരു മുനാദയാണ്, വിളിക്കപ്പെടുന്നതാണ്. എങ്ങനെ? അൽ മുനാദൽ മുതഫജ്ജഉ അലൈഹി, അതിൻ്റെ മേൽ വേദന പ്രകടിപ്പിച്ചുകൊണ്ട് എന്താ അതിൻ്റെ മേൽ വേദന പ്രകടിപ്പിച്ചുകൊണ്ട് വിളിക്കുക, അതാണ് മുനാദ. മൻദൂബ് പറഞ്ഞാൽ ഫഹുവൽ മുനാദയാണ്. എങ്ങനത്തെ മുനാദ? അൽ മുതഫജ്ജഉ അലൈഹി, അതിൻ്റെ മേൽ എന്താ വേദന പ്രകടിപ്പിക്കുക, ദുഃഖം പ്രകടിപ്പിക്കപ്പെടും, അങ്ങനത്തെ ഒരു മുനാദ, എന്നിട്ട് വിളിക്കുക. അതെന്തുകൊണ്ടാണ്? കാരണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എന്തായിരിക്കും, ആള് നഷ്ടം കൊണ്ടായിരിക്കും, ആൾ ഫഖ്ദായത് നഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കും. ചിലപ്പോൾ ഹക്കീക്കത്ത് തന്നെ യഥാർത്ഥത്തിൽ തന്നെ ഇല്ലാതായിരിക്കും, ചിലപ്പോൾ മരിച്ചു, ഇങ്ങനെയൊക്കെ വരിക. അല്ല ഹുക്കുമെന്ന നിലക്കും ഉണ്ടാവും, ചിലപ്പോൾ മാറാ രോഗമായിട്ട് ഹുക്കുമെന്ന നിലക്ക് ഇല്ലാത്ത പോലാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവൻ്റെ മേൽ വിലപിച്ചിട്ട് കരയുക. ഇത് കൂടുതലും പെണ്ണുങ്ങളിൽ നിന്നാണ് സംഭവിക്കുക എന്നൊക്കെ ശറഹ് കാണാം. അല്ലെങ്കിൽ എന്താണ്, അതാണ് അവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലി ഫഖ്ദിഹി, അത് നഷ്ടപ്പെട്ട കാരണത്താൽ. അപ്പം അതിൻ്റെ മേൽ വിലപിച്ചിട്ട് എന്താണ് വേദന പ്രകടിപ്പിച്ചുകൊണ്ട് ഉള്ള വിളി, അതിൻ്റെ മേൽ വേദന പ്രകടിപ്പിക്കും, അങ്ങനത്തെ മുനാദ. അതാണ് മുൻദൂബ് പറഞ്ഞാൽ ഒരു മുനാദയാണ്, അതിൻ്റെ മേൽ വേദന പ്രകടിപ്പിക്കും, വിളിക്കപ്പെടുന്ന ആൾ അതിൻ്റെ മേൽ വേദന പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അവിൽ മുതവജ്ജഉ മിൻഹു, അല്ലെങ്കിൽ മുനാദാണ്, അതിനാൽ വേദന പ്രകടിപ്പിക്കപ്പെടും. അത് പറയും. ഇപ്പോൾ കയ്യും കാലും തലവേദന ഒക്കെ ബന്ധപ്പെട്ട് തലേന്ന് വേദന ഉണ്ടാകുമ്പോൾ തല കാരണത്താൽ വേദന, അപ്പോൾ എന്ന് പറയും, എന്തൊരു തലവേദന അങ്ങനെ. അപ്പോൾ അതിനാൽ എന്താണ്, മറ്റത് അതിൻ്റെ മേൽ വേദന പ്രകടിപ്പിക്കുകയാണ്, ഇത് അതിനാൽ വേദന പ്രകടിപ്പിക്കപ്പെടുകയാണ്. ലി കൗനിഹി, അതായ കാരണത്താൽ മഹല്ല അലമീൻ ഉണ്ടാവും, ഇത് ഒരു അലമിൻ്റെ സ്ഥാനമായിരിക്കും. ഇപ്പോൾ കൈ വേദന, കാല് വേദന അങ്ങനെ വരും. ഓരോന്ന് ഉദാഹരണം പറയും നോക്കാം. ഫഫിൽ അവലി, ആദ്യത്തേതിൽ, അതായത് അതിൻ്റെ മേൽ നാലാളെ മരിച്ചു അല്ലെങ്കിൽ അങ്ങനെ നഷ്ടപ്പെട്ടു, അതിൻ്റെ മേൽ വേദന പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നത് ഉദാഹരണം. യഖൂലു അന്നാദിബു, വിലപിക്കുന്നവൻ പറയും വാ സെയ്ദാ സെയ്ദേ. അപ്പോൾ സെയ്ദ് മരിച്ചു എന്നൊക്കെ ഓൻ ഓർത്തിട്ട് സെയ്ദേ, എൻ്റെ സെയ്ദേ എന്നല്ലേ, വാ സെയ്ദാ അങ്ങനെ പറയും. വാ അമീറൽ മുഅ്മിനീൻ എന്താ വേദന പ്രകടിപ്പിച്ച് പറയുക, വിളിക്കുകയാണ്. വഫിസാനി, രണ്ടാമത്തെ യഖൂൽ, ഏതാണ്? യാതൊന്നിനാൽ വേദന പ്രകടിപ്പിക്കപ്പെടുന്നത് എന്താ? തലവേദന. എന്തൊരു തലവേദനയായിട്ട് എന്നറിയാം. അതിന് ശരിക്കും റഅ്സ എന്ന് പറഞ്ഞാൽ അസ്ല് റഅ്സീനു, റഅ്സീന്നാണ്. അവിടെ യാഇൻ അലിഫാക്കി മാറ്റി മറിച്ചതാ.
സി എന്നുള്ളതിൻ്റെ പോലെ അപ്പോൾ വാ റഅ്സ എന്നുള്ള ഇടത്തിൽ സീനായിരുന്നു, അവിടെ യാന മറിച്ചിട്ട് അലിഫാക്കിയതാണ്. മുഖദ്ദറായ ഫത്ഹത്ത് കൊണ്ട് മൻസൂബാണ് അതപ്പോൾ. ഇനി വലാ യുസ്തഅമലു ഫീഹി, അതിൽ ഈ മൻദൂബിൽ ഉപയോഗിക്കപ്പെടുകയില്ല മിൻ ഹുറൂഫിൻ നിദാ, നിദാഇൻ്റെ ഹർഫുകളിൽ നിന്ന് ഇല്ലാ വാ അല്ലാതെ, വാ എന്നുള്ളതാണ് ഉപയോഗിക്കുക. വഹിയൽ ഗാലിബ്, അതാണ് അധികരിച്ച്, പക്ഷേ യാ ഉപയോഗിക്കും. ഔ യാ അല്ല യാ ഉപയോഗിക്കും. അതെപ്പോഴാ? വദാലിക ഇദാ ലം യൽതബിസ് ബിൽ മുനാദൽ മഹ്ദ്, തനി മുനാദ ഉണ്ടല്ലോ നമ്മൾ പഠിച്ചത്. അപ്പം തനി മുനാദനോട് ഇൽത്തിബാസ് ആയിട്ടില്ലെങ്കിൽ, മുനാദനും യാ വരുന്നുണ്ട്, അതിനോട് ഇൽത്തിബാസ് ഇല്ലാത്തപ്പോഴാണ് യാ ഉപയോഗിക്കുക. ഇൽത്തിബാസ് ആവുന്ന യാ ഉപയോഗിക്കൂല. അധികരിച്ചും ഏതാ ഉപയോഗിക്കുക? വാ എന്നുള്ള ഉപയോഗിക്കുക. വ ഹുക്മുഹു, അതിൻ്റെ ഹുക്കുമ് ക ഹുക്മിൽ മുനാദ, മുനാദൻ്റെ അതേ ഹുക്കുമാണ്. ഫയുദമ്മുൽ മുഫ്രദ്, മുഫ്രദിന് ദമ്മ് ചെയ്യപ്പെടും അഥവാ മബ്നിയെ. വയുൻസബുൽ മുദാഫ്, മുദാഫിന് നസ്ബും ചെയ്യപ്പെടുന്ന മുനാദൻ്റെ അതേ ഹുക്കുമ് തന്നെയാണ്. അതാണ് അൽഫിയൽ ഇബ്നു മാലിക് റഹ്മഹുല്ലയും അൽഫിയൽ ഇബ്നു മാലിക് റഹ്മഹുല്ല അത് പറയുന്നുണ്ട്. മാലിൽ മുനാദജ് അല്ലി മൻദൂബിൻ വമ നുകീറ ലം യുൻദബ് വലാമ ഉബ്ഹിമാ. അവിടെ പറയുന്നുണ്ട് മാലിൽ മുനാദ, മുനാദക്കുള്ള അഹ്കാമുകളെ ജഅൽ ഞാക്കിക്കോ മൻദൂബിനാക്കിക്കോ എന്നാ. മനസ്സിലായോ? എന്നാലും മറിച്ച് അവിടെ ഒരു വ്യത്യാസമുണ്ട്. അവിടെ എന്താക്കൂല, മുഫ്രദ് നക്കിറനെ മുഫ്രദ് മൻകൂറിനെ നുദ്ബ ചെയ്യൂല. മറ്റേ ഇത് നിദായിൽ അതുണ്ട്, വാ റജുലാന്ന് പറയൂല. മനസ്സിലായോ? അതൊരു വ്യത്യാസമുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് അധികരിച്ചതൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ അൽഫിയയിൽ നമ്മൾ വരും. ഇതിൽ കുറച്ചേ ഉള്ളൂ. നോക്കിയാലും വയജൂസുലക്ക് അതിനൊക്കെ അനുവദനമാണ് തുൽഹിക ആഖിറഹുൽ അലിഫ്, അതിൻ്റെ അവസാനത്തോട് അലിഫിനെ ചേർക്കാം. അത് ജായിസേ ഉള്ളൂ. ഇബ്നു മാലിക് പറയുന്നുണ്ട് വമുൻതഹൽ മൻദൂബി സിൽഹു ബിൽ അലിഫ്. കണ്ട, മൻദൂബിൻ്റെ ആഖിറിനോട് ഇനി എന്ത് ചെയ്തോ അലിഫിനെ ചേർത്തോ, അത് ജായിസേ ഉള്ളൂ. മനസ്സിലായി? അതാണ് അലിഫിനെ ചേർത്തോ. കമാ ദക്കറ പറഞ്ഞതുപോലെ. വയജൂസുലക്ക വാസൈദോ, അവിടെ കണ്ട അലിഫ് ചേർത്താ പറഞ്ഞത്. വയജൂസുലക്ക നിനക്ക് അനുവദനീയമാണ് ഇൽഹാഖുൽ ഹാഇ, ഹാഇനെ ചേർക്കൽ വഖഫൻ, വഖഫുൽ ഹാഇനെയും ചേർക്കാം. അതായത് ഹാലത്തൽ വഖഫി അലൈഹി, അതിൻ്റെ മേൽ വഖഫ് ചെയ്യുന്ന സമയത്ത് എന്നർത്ഥം. പിന്നെ വസ്ല് ചെയ്യുമ്പോൾ ദറത്തിന് വേണ്ടിയാണ് വരിക. വഖഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അതിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഹാനൂടെയും കൊടുക്കുക. ഇബ്നു മാലിക് പറയുന്നുണ്ട് വവാഖിഫൻ സിദ് ഹാ അസക്തിൻ ഇൻ തുരിദ് വഇൻ തശഅഫൽ മദ്ദ വൽ ഹാ ലാ തസിദ്. എന്താ നീ എന്ത് ചെയ്തോ? സക്കത്തിൻ്റെ ഹാഇനെ വഖഫ് ചെയ്യുന്നവനെ ഇനി വർദ്ധിപ്പിച്ചോ. ഇനി ഉദ്ദേശിക്കുകയാണെങ്കിൽ നിർബന്ധമൊന്നുമില്ല. വാ അമ്രോ ഉണ്ടോ, അങ്ങനെ പറയാം. ഇനി രണ്ടിനെ ഒഴിവാക്കുകയും ചെയ്യാം. രണ്ടിനെ ഒഴിവാക്കിയിട്ടും പറയാം വാ സെയ്ദു വഇൻ തശഅഫൽ മദ്ദ വൽ ഹാ ലാ തസിദ്. ഇനി ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ഹാഇനെ അലിഫിനെ ഒക്കെ ആഖിർ അലിഫിനൊക്കെ എനിക്ക് എന്ത് ചെയ്യുക? ഒഴിവാക്കി വർദ്ധിപ്പിക്കേണ്ട. അല്ലാതെയും പറയാം. അപ്പോൾ വാ സെയ്ദു എന്ന് പറയാം, വാ സെയ്ദു അങ്ങനെയൊക്കെ പറയും. വാപ്പോ ഫത്തഖൂലിങ് പറയും വാ സെയ്ദോ വാ അമ്രോ ഉണ്ടോ. ഫൈൻ വസൽ തങ്ങി ചേർത്താണ്, വഖഫല്ല ചേർത്തി പറയുകയാണെങ്കിൽ ഹദഫ്തൽ ഹാഇനെ സക്തൻ്റെ ഹാനെങ്കിൽ പറയൂല, കളയും. ഇല്ലാ ഫി ദറുറത്തിൽ ഒഴിയുക. ദറുറത്തിൽ മാത്രമേ വസിൽ എന്തെങ്കിലും ആ സക്തൻ്റെ ഹാഇനെ പറയൂ. അപ്പോൾ ഫയജു ഇസ്ബാത്തു ഹാ, അപ്പോൾ അതിനെ ദറുറത്തിൽ അതിനെ സ്ഥിരപ്പെടുത്തൽ ജായിസാണ്. കൗലിൽ മുത്തനബിൻ്റെ കൗല് പോലെ. എന്താ മുത്തനബിൻ്റെ കൗല്? വഹറ ഖൽബാഹു മിമ്മൻ ഖൽബുഹു ശബിമു വമൻ ബിജിസ്മി വഹാലി ഇൻദഹു സഖമൂന. എന്താ പറഞ്ഞത്? ഹർറ ചൂട്. വഹറ ഖൽബാഹു മിമ്മൻ ഖൽബാഹു കണ്ടഹു. ആ സക്കത്തന്നെ ആ വസിൽ ചേർത്തി പറഞ്ഞ പാടെ കൊടുത്തിട്ട് ദുർവത്തിന് വേണ്ടി പറഞ്ഞതാ. അതാണ് നമുക്ക് അവിടെ തെളിവ്. അപ്പം എന്താ അർത്ഥം? ഹർറ ഖൽബാഹ്, ഹൃദയത്തിൻ്റെ ചൂടേ. അവിടെ ഷായർ കൽബിൻ്റെ ഹറാറത്തിനാൽ വേദന പ്രകടിപ്പിക്കുക. വഹറ ഖൽബാഹ് മിമ്മൻ, യാതൊരുത്തനിൽ മിമ്മൻ എന്താ ഹൃദയത്തിൻ്റെ ചൂടേ, മിമ്മൻ യാതൊരുത്തനാൽ. കൽബുഹു അവൻ്റെ കൽബ് ഷബിമു, ഷബിമു എന്ന ഭാര്യ തണുത്തതാണ്. കൽബുഹുല മുബ്തദാണ്, ഷബിമു ഖബറാണ്. പിന്നെ വമൻ യാതൊരുത്തനാലും, ആ വമൻ എന്നുള്ള മൗസൂല മറ്റേ മിമ്മൻ എന്നുള്ള മൗസൂലിൻ്റെ മേലേക്ക് മാത്തൂഫാണ്. ബി ജിസ്മി എന്നുള്ളത് ഖബർ മുഖദ്ദമാണ്. വഹാലി മാത്തൂഫാണ് അതിൻ്റെ മേലെ. എൻ്റെ ശരീരം കൊണ്ടും എൻ്റെ ശരീരവും വഹാലി എൻ്റെ അവസ്ഥയും ഇൻദഹു അത് ഹാലാണ്.
ഹാലി എന്നുള്ളതിന് മേൽ അവൻ്റെ അടുക്കലായ നിലയിൽ സഖമു എന്താണ് രോഗമുള്ളതാണ്. അത് മുത്തമോഹർ സഖമാകുന്നത് എൻ്റെ ശരീരത്തിനും എൻ്റെ അവസ്ഥക്കും അവൻ്റെ അടുക്കലുള്ളതായ നിലയിൽ എന്നാണ്. അപ്പം നമുക്ക് അവിടെ എന്താണെന്ന് വെച്ചാൽ തെളിവ് നോക്കാം. വഹറ കൽബാ, അവിടെ എന്താണ് സക്കത്തിൻ്റെ ഹാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേർത്തി പറഞ്ഞപ്പോഴും കൊണ്ടുവന്നു കൽബാഹു കണ്ട. അപ്പോൾ ജുംഹൂർ നുഹാത്തും ഈ നുദ്ബേൽ ഹാഇനെ സക്കത്തിൻ്റെ ഹാനെ വർദ്ധിപ്പിക്കൽ അത് വഖഫിലുണ്ടാവുന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ ഫറാ ഇമാമിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് ദറൂറത്തിലല്ലാതെ ഉപയോഗിക്കുക, വസുൽ വഖഫുൽ മക്സൂറായിട്ട് മദ്മൂമാക്കായിട്ട് ഉപയോഗിക്കുക എന്നാണ് ഫറാ ഇമാമിൻ്റെ അഭിപ്രായം. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് നുദ്ബയും ഇസ്തിഗാസനെ കുറിച്ചൊരു രൂപം ഇവിടെ കഴിഞ്ഞു. ഇനി അതിൽ തന്നെ വിശദീകമായിട്ടുള്ള ഇൽത്തിബാസൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അധികരിച്ചതൊക്കെ പിന്നെ അൽഫിൽ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്, അതെൻ്റെ ക്ലാസ്സിൽ വരും. അപ്പോൾ അതോടുകൂടി അത് കഴിഞ്ഞു. അപ്പോൾ മുസ്തഗാസും മൻദൂബും ഇവിടെ അവസാനിച്ചു ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.